കാണിക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ജെല്ലി ക്യാൻഡിയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനായിട്ട് ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ വെളുത്ത എള്ള്, അതായത് വൈറ്റ് സെസേം സീഡ്. ഇനി ഈ എള്ള് വറുത്തെടുക്കണം. അതുപോലെ തന്നെ ഈ ബീട്രൂട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് ക്യാൻഡി ഉണ്ടാക്കിയെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു ക്യാൻഡി ആയിരിക്കും. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അത് ഈ ബീട്രൂട്ട് നന്നായി വാഷ് ചെയ്യുക. ഇനി ഇതിൻ്റെ തൊലി കളയണം. ഇനി ഇത് ഗ്രേറ്റ് ചെയ്യുക. ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സോസ് പാനിലേക്ക് മാറ്റാം. കുറച്ച് കട്ടിയുള്ളൊരു പാത്രം എടുക്കണം ഇത് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് അടിക്ക് പിടിക്കും. ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ ഒരു സ്മെല്ലൊന്ന് മാറുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ പഞ്ചസാരയിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ചസാര മെൽട്ടായിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ടാണ് ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള്ള് ഒന്ന് ചൂടാക്കിയെടുക്കാം. 1 മിനിറ്റ് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ജെല്ലി റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി ഒരു ഫോയിൽ പേപ്പറിലോട്ട് കുറച്ച് നെയ്യ് തടവാ. ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എള്ള് ചേർക്കുക. ഇതിലേക്ക് ജെല്ലി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി എള്ളുമായിട്ട് മിക്സ് ചെയ്യുക. ഇത് റോൾ ചെയ്തെടുക്കണം. ഇത് റോൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നല്ല ചൂടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഇത് സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഒരു 1 ഹവറൊക്കെ ഒന്ന് പുറത്ത് തന്നെ വെക്കുക, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. അങ്ങനെ നമ്മുടെ ജെല്ലി ക്യാൻഡി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാൻഡിയാണ്. ഇനി ഇതൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാനൊരു ക്ലിംഗ് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ബീട്രൂട്ട് വെച്ച് ചെയ്യുന്ന ക്യാൻഡി ആയതുകൊണ്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാൻഡിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ക്യാൻഡിയാണ്. കാരണം ഇതിൽ അത്ര ഒരു പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ബീട്രൂട്ടിന് ഓൾറെഡി നല്ലൊരു കളറുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.